എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഈ ഭക്ഷണം കഴിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ വളരെയധികം സൂക്ഷിക്കുക. ഇത് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകാൻ വരെ കാരണമായേക്കാം. ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പേർ ആസ്വദിച്ച് കഴിക്കുന്ന വിഭവങ്ങളാണ് ചിക്കൻ കൊണ്ട് തയ്യാറാക്കുന്നത്. ചുവന്ന മാംസത്തേക്കാൾ ദഹിക്കാൻ എളുപ്പമുള്ളതും പ്രോട്ടീൻ ധാരാളം അടങ്ങിയതുമായ ഇറച്ചി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ പലരും രണ്ടാമതൊന്നും ആലോചിക്കുക പോലും ചെയ്യാതെ കോഴിയിറച്ചി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കോഴിയിറച്ചിയുടെ കാര്യത്തിൽ ഇനി ശ്രദ്ധ വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. BMJ ഓപ്പണിൽ പ്രസിദ്ധീകരിച്ച ഒരു പിയർ റിവ്യൂഡ് പഠനത്തിലാണ് ദീർഘകാല ചിക്കൻ ഉപയോഗം ഗ്യാസ്ട്രിക് ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ക്യാൻസറുകൾ മൂലമുള്ള മരണങ്ങളുടെ വർധനവിന് കാരണമാകുന്നുവെന്ന് കണ്ടെത്തിയത്. ദിവസവും ചിക്കൻ കഴിക്കുന്നത് വയറിന്റെ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ദിവസേന കട്ടിയുള്ളതും എണ്ണമയമുള്ളതും എരിവുള്ളതുമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ആമാശയത്തിന് നേരിയ വീക്കമുണ്ടായേക്കാം. ഇത് പെട്ടെന്ന് കുഴപ്പങ്ങളൊന്നും സൃഷ്ടിക്കില്ലെങ്കിലും വർഷങ്ങൾ കഴിയുമ്പോൾ ആമാശയത്തിലെ സംരക്ഷണ കലകൾ ദുർബലപ്പെട്ടു തുടങ്ങും. കോഴിയിറച്ചി കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നാരുകളുടെ കുറവ് ഉണ്ടാകുന്നു. അതേസമയം പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അവ ആരോഗ്യകരമായ ദഹനത്തെ സഹായിക്കുകയും ആമാശയപാളിക്ക് സമ്മർദ്ദം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. കോഴിയിറച്ചിയുടെ അപകടകരമായ പാചക രീതികൾ. കോഴിയിറച്ചി പ്രോട്ടീൻ സ്രോതസ്സാണെങ്കിലും അത് പാചകം ചെയ്യുന്ന രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഉയർന്ന ചൂടിൽ പാചകം ചെയ്യുന്നത്, പ്രത്യേകിച്ച് വറുത്തതും പൊരിച്ചതുമാകുമ്പോൾ അവയിൽ ഹൈറ്ററോസ്ലൈറ്റീസ് അമിനുകൾ പോലുള്ള സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. ഇവ കോശങ്ങളെ നശിപ്പിക്കുന്നു. എന്നാൽ ചിക്കൻ വേവിച്ച പച്ചക്കറികൾക്കൊപ്പമോ കഴിക്കുന്നതോ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയാണ്. സംസ്കരിച്ച കോഴിയിറച്ചിയും ക്യാൻസറും. സംസ്കരിച്ച ചിക്കൻ ഉൽപ്പന്നങ്ങൾ, അതായത് നഗറ്റുകൾ, സോസേജുകൾ, ഫ്രോസൺ ചെയ്ത വറുത്ത ഇറച്ചി എന്നിവയിൽ നൈട്രൈറ്റുകൾ, പ്രിസർവേറ്റീവുകൾ ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇവ ആമാശയപാളിയെ പ്രകോപിപ്പിക്കുന്നു. ഏത് സംസ്കരിച്ച മാംസമായാലും അത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ക്യാൻസർ സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ പഠനത്തിൽ ഇതേ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. ദിവസവും ചിക്കൻ കഴിക്കുന്നതും ക്യാൻസർ സാധ്യതയും. ദിവസവും ചിക്കൻ കഴിക്കുന്നത് നേരിട്ട് ഗ്യാസ്ട്രിക് ക്യാൻസറിന് കാരണമാകുന്നില്ല. അനാരോഗ്യകരമായ പാചകരീതികൾ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതൊക്കെയാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ. എങ്ങനെ അപകട സാധ്യത ഒഴിവാക്കി കോഴിയിറച്ചി കഴിക്കാം? എല്ലാ ദിവസവും കോഴിയിറച്ചിയെ ആശ്രയിക്കുന്നതിനു പകരം മറ്റ് പ്രോട്ടീൻ സ്രോതസ്സുകൾ കൂടി ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നു. ബീൻസ്, പയർ വർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. വറുത്തതും പൊരിച്ചതും സംസ്കരിച്ചതുമായ ചിക്കന്റെ ഉപയോഗം വല്ലപ്പോഴുമാക്കി കുറയ്ക്കണം. ചിക്കൻ എപ്പോഴും കുറഞ്ഞ താപനിലയിൽ പാചകം ചെയ്യുക. ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രത്തിന്റെ പകുതി ഭാഗം പച്ചക്കറികൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാൽ ഈയൊരു വലിയ അപകടത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷിക്കാം. അതേപോലെ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക.